മല പോലെ വന്നത് എലി പോലെ ആയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ആണ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ വലിയൊരു ആരോപണവുമായി രംഗത്ത് വന്നത്. എന്തായിരിക്കും ഇത്ര പെട്ടെന്ന് ഇത് തിരിഞ്ഞു മറിക്കാൻ കാരണം? ഒരു രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ്. അല്ല, അവർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഭർത്താവിന് അങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം വഷളാക്കിയത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിൻ്റെ ഒരു നീണ്ട മാധ്യമ സമ്മേളനം, അതിൽ അദ്ദേഹം പറയാണ് എനിക്ക് 5000 പ്രണയങ്ങളുണ്ട് എന്നൊരു കേരളത്തിലെ മന്ത്രി പറയുകയാണ്. അദ്ദേഹം കൂട്ടുപിടിച്ചത് ആരെയൊക്കെയാണെന്ന് അറിയാം. അതെ അതെ, ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയെയും AB വാജ്പേയിയെയും മാധവിക്കുട്ടിയെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്. അതെ അതെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയൊക്കെ അദ്ദേഹം ആ ഒരു പ്രസ്താവനയാണ് തലത്തിലേക്ക് ഉയരുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആ ഒരു ചോദ്യം ചോദിക്കുമ്പം വളരെ ലൈറ്റായിട്ട് എനിക്ക് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ പോയെങ്കിൽ പോലും, അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് പോയെങ്കിൽ പോലും ഇതൊരു വലിയ ചർച്ചയായി മാറത്തില്ലായിരുന്നു. കാര്യം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിട്ട് ഒതുങ്ങിയേനെ. ഇങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രണയം എന്നതിലുപരി പോലീസ് സംവിധാനത്തിൽ വിളിക്കുന്നതെല്ലാം വട്ടുള്ളവരാണെന്ന തരത്തിലൊരു മന്ത്രി പറയാറ്. വട്ടുള്ളവരാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു. മാനസിക രോഗി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ഒരു ശ്രമം നടന്നു. അതെ അതെ, അതുകൊണ്ടാണ് അവർ വിളിച്ചത്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞപ്പോഴാണ് അവർ ഉടനെ ഏഷ്യാനെറ്റിൽ അവരുടെ ഭാഗം വരികയും ഇത് കത്തുകയും ചെയ്തത്. അതേസമയം ഗണേഷ് കുമാർ അങ്ങനെ ഒരു മണ്ടത്തനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് ഇന്നലെ തന്നെ വിവാദം അല്ലാതെ പോകാൻ. എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ ആരെടുത്തോ എന്താ അങ്ങനെ. ഗണേഷ് സാധാരണ വിവാദങ്ങളോട് പ്രതികരിക്കുന്ന ആ രീതിയിലാണ് കുറച്ചു കാലം കൊണ്ട്. മാധ്യമങ്ങളെ ഒഴിവാക്കുക, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇന്നലെ ഗണേഷ് വലിയൊരു മണ്ടത്തരം കാണിച്ചു. വലിയ രീതിയിൽ ഭാര്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പറഞ്ഞു. അവർ അതിനോട് പ്രതികരിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ പഴയ മാധ്യമ പ്രവർത്തക കൂടിയാണെന്ന നിലയിൽ അവർക്ക് ഒരു കുറേ ബന്ധങ്ങളുണ്ടെന്ന് പോലും ആലോചിക്കാത്ത തരത്തിലായിരുന്നു പ്രതികരണം ഉണ്ടായത്. ഉടൻ തന്നെ ഏഷ്യാനെറ്റിൽ അവരുടെ അഭിമുഖം വരികയും ചെയ്തു. അതോടെയാണ് ഈ സർക്കാരും ഇടതുപക്ഷവും CPM എല്ലാം വെട്ടിലായത്. ഏതാനും മണിക്കൂറുകളത്തേക്കാണെങ്കിൽ പോലും സർക്കാർ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടു. വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഏറ്റവും സമീപകാലത്തായിട്ട് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷം സർക്കാരും സ്വീകരിച്ച നിലപാടിന് നേരെ ഘടകവിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. കാരണം പിണറായി വിജയൻ അടക്കം പ്രതിസന്ധിയിലായിപ്പോയി. 2013 ഗണേഷിൻ്റെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഗണേഷ് മന്ത്രിയായിരിക്കുമ്പോൾ ഭാര്യ യാമിനി തങ്കച്ചി ഉന്നയിച്ച സെയിം ആരോപണം തന്നെയാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ആളാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു സംഭവം കൊണ്ട് സൈബർ ഹാൻഡിലുകൾ പോലും, ഇടത് സൈബർ ഹാൻഡിലുകൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ CPM മനസ്സിൽ മനക്കോട്ട കെട്ടിയിരുന്നു. പക്ഷെ അതെല്ലാം ഇന്നലത്തോടെ തീരുകയാണ്. 500 പ്രണയമുള്ള ഒരു മന്ത്രിയെ CPMമാരും മുഖ്യമന്ത്രിയും എല്ലാം പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ചർച്ചയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു വിഷയമുണ്ട്. ആ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിയാൽ തന്നെ കോൺഗ്രസിന് പ്രതിരോധിക്കാൻ അതിനേക്കാൾ വലിയ ആയുധം ഈ ഗണേഷ് കുമാർ ഇട്ടുകൊടുത്തിരിക്കുക ചെയ്തിരിക്കുന്നത്. ഏറ്റവും രൂക്ഷമായ പ്രതികരണം വന്നത് മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നാണ്. ഇങ്ങനെ ഇമോഷണൽ ആവാതെ ഗണേശ മന്ത്രി എന്ന് പറഞ്ഞാൽ പുള്ളി തുടങ്ങിയതിന് ശേഷം പിന്നീട് പുള്ളിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം പുള്ളിയെ അങ്ങ് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പം അതിനിടയ്ക്ക് ചില ചാനലുകൾ, ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ കൈരളിയെ വില്ലുന്ന ചില ചാനലുകളുണ്ട്, അവർ വന്ന് സംസാരിക്കുന്ന കേട്ടതൊന്നും ഗണേഷ് കുമാർ വളരെ മാന്യനും വളരെ നല്ലവനുമായ ഒരു വ്യക്തിയാണെന്ന് ആ രീതിയിലാണ് അവർ കൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്നറിയോ? ധാർമ്മികത മാത്രമേ ഉള്ളൂ, ധാർമ്മികത നോക്കിയാൽ രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് അവരുടെയൊക്കെ ഒരു നിലപാട്. അപ്പൊ ഈ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല. മാങ്കൂട്ടത്തിലാണെങ്കിൽ വിവാഹിതൻ പോലും അല്ല. പക്ഷേ അവിടെ അവർ പറയുന്ന ഇല്ലാത്ത ഒരു ഗർഭചിത്രമുണ്ടല്ലോ. ഗർഭചിത്രമാണല്ലോ 3 പ്രണയങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സവിശേഷത. ഈ ഗർഭചിത്രത്തിലെ ഈ ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുകളോ അതിനുള്ള മറ്റു കാര്യങ്ങളോ ഇല്ല. എല്ലാം ഈ പെൺകുട്ടികളുടെ മൊഴികളിൽ മാത്രമാണ് ഈ ഗർഭചിത്രം വന്നിരിക്കുന്നത്. അതായത് ഒരേ രീതിയിലുള്ള മൊഴികൾ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വ്യക്തിയല്ല, ഗണേഷ് കുമാറിനെയും. പക്ഷേ ഗണേഷിനെ ന്യായീകരിക്കുന്നവർക്ക് ഇനി ഒരിക്കലും മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ പറ്റൂല എന്നുള്ളതാണ്. ഞാൻ രണ്ടുപേരെയും എതിർക്കുകയാണ്. ഈ മാങ്കൂട്ടത്തിൽ ഒരു റീബർത്തായി സത്യത്തിൽ ഗണേഷാണ് ഏറ്റവും കൂടുതൽ മാങ്കൂട്ടത്തെ വിമർശിച്ചത്. അപ്പൊ തിരിച്ച് അദ്ദേഹം വിമർശിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇന്നലെ രാത്രിയിൽ വലിയ ഒരു എന്താ പറയുക, ഒരു അത്ഭുതമോ ഒരു മാജിക്കോ ഒരു ഇടപെടലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അത്? അല്ല, ഇപ്പം മനസ്സിലാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവും ഗണേഷ് കുമാർ തന്നെ ഈ അടുത്ത കാലത്ത് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു, ഞാൻ എന്ത് പ്രശ്നം വന്നാലും ആദ്യം വിളിക്കുന്ന എൻ്റെ ഉറ്റ ചങ്ങാതിയായ ബാലഗോപാലിനെയാണ്. പുള്ളിയാണ് എനിക്കെല്ലാം ചെയ്ത്. ഈ അടുത്ത കാലത്ത് തന്നെ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അങ്ങനെ ബാലഗോപാൽ ദേവസ്വം ബോർഡ് അംഗമാണ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമാണ്. അദ്ദേഹം നേരെ പാലക്കാട് പോകുന്നു, സംസാരിക്കുന്നു. ബാലഗോപാലിൻ്റെ ഫോണിൽ നിന്നാണ്
ഭാര്യയോട് ഗണേഷ് കുമാർ മാപ്പ് പറയുന്നത്. വേണമെങ്കിൽ ഇന്നലെ വിവാദം ഉണ്ടാകുമ്പോൾ തന്നെ ഗണേഷ് കുമാറിന് ഭാര്യയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറയാം, പക്ഷെ പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇനി അത് റെക്കോർഡ് ചെയ്ത് അത് പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയം കാരണം കൂടി കൊണ്ടാവാം സുഹൃത്തിനെ തന്നെ പറഞ്ഞയച്ച് സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ കൊണ്ട് സുഹൃത്തിൻ്റെ സാന്നിധ്യത്തിൽ മാപ്പ് പറഞ്ഞ എല്ലാ പ്രശ്നവും ഗണേഷ് ഇപ്പൊ മാപ്പ് പറഞ്ഞത് പുള്ളിയുടെ മന്ത്രിസ്ഥാനം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ വിജയിക്കാനോ വേണ്ടിയല്ല. അതിനേക്കാൾ ഗൗരവകരമായ കാര്യം ഭാര്യയുടെ കയ്യിലുണ്ട്. ഭാര്യ എടുത്തതായി പറയുന്ന ഫോട്ടോഗ്രാഫ്സ്, ആ ഫോട്ടോഗ്രാഫ്സിൽ ഗണേഷുണ്ട്, ഗണേഷിൻ്റെ പ്രണയിനിയുണ്ട്. ഗണേഷിൻ്റെ ഭാഷയെ പറഞ്ഞാൽ 5000 പ്രണയിനികളിൽ ഒരാളും ഉണ്ട്. അവരെ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോയുമാണ്. ഇത് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് നിലവിൽ. അത് പുറത്തു പോയാൽ മാങ്കൂട്ടത്തിനെതിരെ വിട്ട വോയിസ് ക്ലിപ്പ് പോലെ ആവില്ല. അത് വെറും വോയിസ് ക്ലിപ്പ്, അതിൻ്റെ ആധികാരികത പരിശോധിക്കേണ്ടി വരും. ഇത് വീഡിയോ ദൃശ്യം അല്ലെ ഫോട്ടോയാണ്. ഇതിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗണേഷ് ഉദ്ദേശിച്ചത് തൻ്റെ 5000 പേരുള്ളതിൽ ഈ വന്ന പ്രണയിനിയെ നാട്ടുകാരും തിരിച്ചറിയരുത്. അതുപോലെ തന്നെ അവർക്ക് പ്രശ്നം ഉണ്ടാകരുത്. ഇനി അവർക്ക് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിനി ഇയാൾക്കെതിരെ എന്ത് പറയുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പുള്ളി പെട്ടുപോയി. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ ഗണേഷ് മാപ്പ് പറയാനുണ്ടായ കാരണം ഈ പറഞ്ഞ ബാലഗോപാലിൻ്റെ ഇടപെടിയിലുണ്ടെങ്കിൽ പോലും ഏറ്റവും അങ്ങനെ ഒരു മാപ്പ് പറച്ചിലിന് ഗണേഷിനെ പ്രേരിപ്പിച്ച സംഗതി ഈ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇനിയൊരു മന്ത്രിസ്ഥാനം നഷ്ടമാവാനേ, ആദ്യത്തെ ഭാര്യയുടെ ഇത് മന്ത്രിസ്ഥാനം നഷ്ടമായി, രണ്ടാമത്തെ ഭാര്യയുടെ വിഷയത്തിൽ വീണ്ടും ഒരു മന്ത്രിസ്ഥാനം നഷ്ടമാവുക എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ കരുതുന്നില്ല മന്ത്രിസ്ഥാനം കാര്യം CPI ഒക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധമൊക്കെ തീർക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പിണറായി വിജയന് ജനങ്ങളെ അഭിസംബോധന വോട്ട് വാങ്ങുകയും വേണമെങ്കിൽ വളരെ കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും. അങ്ങനെ എടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അധികാര തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് പിണറായി പോലും കരുതുന്നില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. നമുക്ക് ഭരണം തിരിച്ചു വേണമെങ്കിൽ തീർച്ചയായും ഇത്തരം ഘട്ടങ്ങളിൽ കടുത്ത നിലപാട് എടുക്കുകയും സ്ത്രീപക്ഷത്താണെന്ന തോന്നൽ ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. അവരുടെ കുടുംബ പ്രശ്നം തീർന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ സംവിധാനം, പോലീസ് സംവിധാനത്തെ പോലും വട്ടുള്ളവരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞൊരു മന്ത്രിയെ തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗൗരവത്തിൽ എടുത്ത് നടപടി എടുക്കേണ്ടത്. ഇപ്പൊ മന്ത്രിസഭായോഗത്തിൽ അയാൾ പങ്കെടുക്കുന്നെന്നാണ് കേട്ടത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാതിരിക്കാൻ സാധ്യത കാണുന്നില്ല. കാരണം മിക്കവാറും രാജി ആവശ്യപ്പെട്ടേക്കും. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർ ചെയ്യുന്നൊരു മീറ്റിങ്ങിൽ ആരും അത്ര ആർജവത്തോടെ മന്ത്രിയുടെ രാജിയൊന്നും ആവശ്യപ്പെടത്തില്ല. അതൊന്ന്. പക്ഷേ പ്രതിപക്ഷത്തിന് ഇത് ചെറിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. എന്താ, ഈ ഭാര്യ തനിക്ക് പ്രശ്നമൊന്നുമില്ല, അതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയും ഭാര്യ നടത്തി. അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കാൻ ഞാനില്ലെന്നാണ് പറഞ്ഞത്. ഇടത് സർക്കാരിനെ അപമാനിക്കാൻ ഞാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പത്തനാപുരത്ത് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അല്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്ത സുഹൃത്താണ് താനെന്ന് ഇന്നലെ തന്നെ അവർ പറഞ്ഞതാണ്. അത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി അവിടെയാണ് ഏറ്റവും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത്, KSRTC മന്ത്രിമാരായിരിക്കുന്നവർ എല്ലാം ഇതുപോലത്തെ വേറെ പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പോൾ പൂച്ചക്കുട്ടി വിളിച്ചിട്ടാണ് ശശീന്ദ്രൻ പോയത്. KSRTC മന്ത്രിയായിരുന്നെന്ന്, ഗതാഗത മന്ത്രി ആയിരിക്കുന്ന സമയത്ത്. ജട്ടി മന്ത്രി എന്നറിയപ്പെടുന്ന ആന്റണി രാജു പക്ഷേ കാലാവധി പൂർത്തിയാക്കി പോയതാണ്. 5 കൊല്ലം ഭരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹവും ഈ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ വന്ന് ഗണേഷ് പിന്നെ ഇതൊരു പുതുമയല്ല. ഗണേഷിന്റെ വിഷയം ഒരു പുതുമയല്ല. ഗണേഷിനെ എല്ലാവർക്കും അറിയാം. ഇപ്പം പ്രതിപക്ഷമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം വിഷയം ഉണ്ടാകുമ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചു. അതേപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ NSSനെ സർക്കാരുമായിട്ട് അടുപ്പിക്കാൻ ചരട് വലിച്ച ഒരു പ്രധാനപ്പെട്ട കണ്ണി KB ഗണേഷ് കുമാറാണ്. നമ്മൾ കേരളത്തിലിപ്പം ഏറ്റവും വലിയ ചർച്ചയാവുന്നത് അയ്യപ്പനോട് കളിച്ചവർക്കെല്ലാം പണി കിട്ടുന്നു എന്നുള്ളതാണ്. അയ്യപ്പൻ്റെ പേരിൽ അവിടെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച, NSSൻ്റെ അതിൻ്റെ പേരിൽ CPMനോട് അടുപ്പിക്കാൻ ശ്രമിച്ച 2 പേരും, ഒന്ന് മുരാരി ബാബുവും ഒന്ന് KB ഗണേഷ് കുമാറുമാണ്. മുരാരി ബാബുവിന് NSSുമായിട്ടുള്ള ബന്ധം അറിയാം. അദ്ദേഹം അവിടെ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ദേവസ്വം ബോർഡിൽ അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ KB ഗണേഷ് കുമാർ NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. 2 പേർക്കും പണി കിട്ടി. മുരാരി ബാബുവിന് സ്ഥാനം പോയി. പക്ഷേ ഗണേഷ് കുമാർ സ്ഥാനം പോയില്ലെന്ന് പറയാൻ പറ്റില്ല. അത് മിക്കവാറും പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് LDF കഷ്ടിച്ച് കരക്കേറിയിട്ടുണ്ട്. നമുക്കിനി അറിയേണ്ടത് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുമോ എന്നാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മുടെ തോന്നൽ.